പരിശുദ്ധ പിതാവ് തന്റെ ചികിത്സാർത്ഥം ജെമലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിട്ട് 2 ആഴ്ച തികയുകയാണ്. ഇന്ന് രാവിലത്തെ ശ്വസന ഫിസിയോതെറാപ്പിക്ക് ശേഷം പരിശുദ്ധ പിതാവ് അല്പം വിശ്രമിക്കുകയും അതിനുശേഷം തന്റെ സ്വകാര്യ ചാപ്പലിൽ പോയി പ്രാർത്ഥിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്തു. ഉച്ച കഴിഞ്ഞ് ബ്രോങ്കോസ്പാസത്തെ തുടർന്ന് പരിശുദ്ധ പിതാവിന് ശ്വാസ തടസ്സം നേരിടുകയും അതേ തുടർന്ന് ഛർദ്ദൽ അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. അതിനുശേഷം പരിശുദ്ധ പിതാവിന്റെ ഓക്സിജൻ നില വഷളാവുകയും പരിശുദ്ധ പിതാവിന് പെട്ടെന്ന് തന്നെ നോൺ ഇൻവേഴ്സീവ് മെക്കാനിക്കൽ വെന്റിലേഷൻ കൊടുക്കേണ്ടതായിട്ട് വരികയും ചെയ്തു. പരിശുദ്ധ പിതാവ് ചികിത്സയോട് സഹകരിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ പരിശുദ്ധ പിതാവിന്റെ ആരോഗ്യനില പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ബോധാവസ്ഥയിൽ തന്നെയാണ് തുടരുന്നത്. എന്നിരുന്നാൽ തന്നെയും ജെമലി ഹോസ്പിറ്റലിലെ മെഡിക്കൽ ടീം നമ്മളോട് പറയുന്നത് 24 മുതൽ 48 മണിക്കൂർ വരെ വളരെ ക്രൂഷ്യലാണ് എന്നാണ്. പരിശുദ്ധ പിതാവ് ചികിത്സകളോടും മരുന്നിനോടും ഇതുപോലെ നല്ല രീതിയിൽ പ്രതികരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും പരിശുദ്ധ പിതാവിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ട് തിരിച്ചു വരാൻ സാധിക്കുമെന്നാണ് ഡോക്ടേഴ്സ് എല്ലാം പ്രത്യാശ നൽകുന്നത്. അതുപോലെ വത്തിക്കാൻ സ്ക്വയറിൽ പരിശുദ്ധ പിതാവിന് വേണ്ടിയുള്ള ജപമാല പ്രാർത്ഥന തുടരുകയാണ്. ഇന്ന് പ്രത്യേകിച്ച് ജപമാല പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചത് ഡിക്കാസ്ട്രി ഓഫ് ഫെയ്ത്തിന്റെ തലവനായ കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് ആണ്. അതുകൊണ്ട് തന്നെ അഭ്യൂഹങ്ങൾക്ക് ഇടകൊടുക്കാതെ നമുക്ക് പരിശുദ്ധ പിതാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമുക്ക് തുടരാം. ഗുഡ്നസ് ടെലിവിഷന് വേണ്ടി റോമിൽ നിന്നും ഫാദർ ജോബി പോളിനോടൊപ്പം ഫാദർ ജോജി പോൾ.